പോൾ ലോറൻസ് ഡൻബർ എഴുതിയ ദി സീഡ്ലിംഗ് എന്ന കവിതയിലെ ആക്ടിവിറ്റീസും അതിന്റെ അപ്രിസിയേഷനുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായി പോയത്തിലെ വൊക്കാബുലറി ഏതൊക്കെയാണെന്ന് നോക്കാം. റോബസ്റ്റ്, സ്ട്രോങ്, ഹെൽത്തി, ശക്തിയുള്ളത്, ദൃഢമായത്. ഇൻവേർഡ് വർക്ക്, ഇന്നർ എഫേർട്ട്, ആന്തരികമായിട്ടുള്ള ജോലി, ആന്തരികമായ പ്രവർത്തനങ്ങൾ. ലീഫ്ലെറ്റ്, തളിരില, പ്രോസ്പെക്ട്, ഫ്യൂച്ചർ പോസിബിലിറ്റി, ഭാവിയുടെ പ്രതീക്ഷ, ഭാവി സാധ്യതകൾ. ക്ലോഡ്സ്, ലംസ് ഓഫ് സോയിൽ, മൺകട്ടകൾ. കോആക്സ്, എൻകറേജ് ജെന്റ്ലി, സൗമ്യമായി പ്രോത്സാഹിപ്പിക്കുക. കോറസ്, ഗ്രൂപ്പ് വോയിസ് ടുഗദർ, കൂട്ടമായി പാടുക. Activity 1, question and answer comprehension. First question, what triggered the seedling's work of life? എന്താണ് ആ തൈച്ചെടിയുടെ പ്രവർത്തനങ്ങൾക്ക് പ്രേരിതമായ ഘടകം? The seedling's determination to do its best. അതിന്റെ ദൃഢമായ നിശ്ചയമാണ് ഏറ്റവും ബെസ്റ്റ് ആയത് ചെയ്യണം, ഏറ്റവും നല്ലതായത് ചെയ്യണം എന്നുള്ള കുഞ്ഞിച്ചെടിയുടെ ദൃഢമായ തീരുമാനമായിരുന്നു അതിന് പ്രേരിതമായത്. Question number 2, what is inspiring about the seedling's attitude? സീഡ്ലിങ്ങിന്റെ കുഞ്ഞിത്തൈയുടെ സ്വഭാവത്തിനെ വളരെയധികം അതിൽ നിന്ന് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കാര്യം എന്താണ്? അതിൽ നിന്ന് നമുക്ക് പ്രചോദനം ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യം എന്താണ്? ആൻസർ, ഇറ്റ്സ് കറേജ് ആൻഡ് പെർസിവറൻസ് ഡെസ്പൈറ്റ് വീക്ക്നെസ്. ദുർബലമായ ആ കുഞ്ഞിച്ചെടിയുടെ ധൈര്യവും അതിന്റെ സ്ഥായിയായ ആ ഒരു വിശ്വാസവും, ഞാനിത് നേടിയെടുക്കും, എനിക്ക് എന്നാൽ കഴിയുന്നത് ബെസ്റ്റായി ചെയ്യണം എന്നുള്ള അതിന്റെ ആ ഒരു ഉറച്ച തീരുമാനവുമായിരുന്നു വളരെയധികം പ്രചോദനമായി ഫീൽ ചെയ്തത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, വൈ വാസ് ദ സീഡ്ലിംഗ് ഇൻ എ ഹറി ടു കം ഔട്ട്? എന്തുകൊണ്ടാണ് കുഞ്ഞിച്ചെടി പുറത്തേക്ക് വരാനായി ധൃതി കൂട്ടിയത്? ആൻസർ, ടു റീച്ച് സൺലൈറ്റ് ക്വിക്ലി ആൻഡ് ഗ്രോ. എത്രയും പെട്ടെന്ന് സൂര്യപ്രകാശം കിട്ടുന്നതിന് വേണ്ടിയും വളരുന്നതിനു വേണ്ടിയുമായിരുന്നു അതങ്ങനെ ചെയ്തത്. ക്വസ്റ്റ്യൻ നമ്പർ 4, ഹൗ ഇസ് ദ ഗ്രോത്ത് ഓഫ് ദ പ്ലാന്റ് ഡിസ്ക്രൈബ്ഡ്? എങ്ങനെയാണ് ചെടിയുടെ വളർച്ചയെ വിവരിച്ചിരിക്കുന്നത്? ആൻസർ, as a struggle through soil but full of hope. മണ്ണിനടിയിൽ നിന്ന്, ഇരുണ്ട മണ്ണിനടിയിൽ വളരെയധികം പരിശ്രമിക്കേണ്ടി വന്നു, പുറത്ത് പ്രതീക്ഷകളായിരുന്നു ഉണ്ടായിരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 5, what message does the seedling give us? എന്ത് സന്ദേശമാണ് ഈ കുഞ്ഞിച്ചെടി നമ്മൾക്ക് നൽകുന്നത്? സ്റ്റേ മോട്ടിവേറ്റഡ്, ഫേസ് സ്ട്രഗിൾസ് ബ്രേവ്ലി ആൻഡ് കീപ് ഗ്രോയിങ്. ഏതൊരു സിറ്റുവേഷനിലായാലും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ ധൈര്യപൂർവ്വം നേരിട്ടുകൊണ്ട് വളർന്നുകൊണ്ടേയിരിക്കുക. അതാണ് കുഞ്ഞു തൈച്ചെടി നമ്മൾക്ക് നൽകുന്ന സന്ദേശം. Let's appreciate discussion. How does the poem relate to challenges of life? എങ്ങനെയാണ് ഈ കവിത ജീവിതത്തിലെ വെല്ലുവിളികളുമായി റിലേറ്റ് ചെയ്തിരിക്കുന്നത്? ആൻസർ, just as the seedling pushes through soil, we must overcome difficulties. കുഞ്ഞു തൈച്ചെടിയുടെ ഏറ്റവും വലിയ പ്രയാസം എന്ന് പറയുന്നത് ആ ഇരുണ്ട മണ്ണിൽ നിന്ന് പുറത്തേക്ക് വരുന്നതായിരുന്നു. മണ്ണിൽ നിന്ന് അത് വളരെ പ്രയാസപ്പെട്ട് പുറത്തേക്ക് എത്തി. അതുപോലെ തന്നെ എന്ത് ചെയ്യണം? ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ ഓവർകം ചെയ്യാനായിട്ട് നമ്മളും ശ്രമിക്കണം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ പോയം ടെൽ us about സെൽഫ് മോട്ടിവേഷൻ? ഒരു സെൽഫ് മോട്ടിവേഷൻ, സ്വയം നമ്മൾ പ്രചോദനം നൽകണം എന്ന് എന്തിനാണ് കവിതയിൽ പറയുന്നത്? സെൽഫ് മോട്ടിവേഷൻ ഈസ് ദ ഇന്നർ സ്ട്രെങ്ത് ടു സ്റ്റാർട്ട് ആൻഡ് കണ്ടിന്യൂ ഡെസ്പൈറ്റ് സ്ട്രഗിൾസ്. പ്രയാസങ്ങൾ ഉണ്ടാവുമ്പോൾ അവയെ നേരിടാനും അവയെ മറികടന്ന് മുന്നേറാനും നമ്മളെ സഹായിക്കേണ്ടത് സെൽഫ് മോട്ടിവേഷൻ ആണ്. സ്വയം ഉണ്ടാകേണ്ട ഒരു പ്രചോദനമാണ്. ജീവിതത്തിൽ അതുണ്ടെങ്കിൽ മാത്രമേ ജീവിതത്തിൽ വിജയിക്കാനായി കഴിയുകയുള്ളൂ. പോയറ്റിക് ഡിവൈസസ് ഇൻ ദ സീഡ്ലിംഗ്. കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്ന പോയറ്റിക് ഡിവൈസസ്. ഫസ്റ്റ് വൺ, ഇമേജറി. പുഷ് ദ ലിറ്റിൽ ലീഫ്ലെറ്റ് അപ്പ്. ഒരു കുഞ്ഞു വിത്തിൽ നിന്ന് പുറത്തേക്ക് ഒരു ഇല തള്ളിവിടുന്നു. ക്രിയേറ്റ്സ് എ വിവിഡ് പിക്ചർ. അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ നമുക്ക് മൈൻഡിലേക്ക് ആ പിക്ചർ കൊണ്ടുവരാനായിട്ട് കഴിയും. അതൊരു ഇമേജറിയാണ്. അലിട്രേഷൻ, ലിറ്റിൽ ലീഫ്ലെറ്റ്, ആഡ്സ് റിതം. ലിറ്റിൽ ലീഫ്ലെറ്റ് എന്ന് പറയുന്ന ആ വേർഡ്സിൽ
എൽ എന്ന് പറയുന്ന ലെറ്റർ റിപ്പീറ്റ് ചെയ്തു വന്നിട്ടുണ്ട്. കൺസണന്റ് ലെറ്റർ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അത് കവിതയ്ക്ക് ഒരു റിതം നൽകുന്നു. പേഴ്സോണിഫിക്കേഷൻ. ദ സീഡ്ലിംഗ് ടോക്ട്. കുഞ്ഞു തൈച്ചെടി സംസാരിക്കുന്നു. അതൊരു ഹ്യൂമൻ ക്വാളിറ്റിയാണ്. മനുഷ്യന്റെ ഒരു സ്വഭാവം ഒരു തൈച്ചെടിക്ക് വേണ്ടിയിട്ട് പോയിട്ട് നൽകിയിരിക്കുന്നു. അതാണ് പേഴ്സോണിഫിക്കേഷൻ. പോയം അപ്രിസിയേഷൻ. ടൈറ്റിൽ ദ സീഡ്ലിംഗ്. പോയറ്റ് പോൾ ലോറൻസ് ഡൺബർ. തീം പെർസിവറൻസ്, സെൽഫ് മോട്ടിവേഷൻ, ഒപ്റ്റിമിസം. Devices, imagery, personification, alliteration. Favorite line: little folks, be like the seedling. Always do the best you can. Conclusion: inspires us to stay positive and grow stronger through struggles. കവിതയിലൂടെ കവി നൽകുന്ന മെസ്സേജ് എന്തെന്നാൽ, എപ്പോഴും ജീവിതത്തിൽ ഏതൊരു പ്രശ്നമുണ്ടായാലും വളരെയധികം പോസിറ്റീവായിട്ട് അതിനെ നേരിടാൻ ശ്രമിക്കുക. കൂടാതെ വളരെ ദൃഢമായി ശക്തിയായി വളർന്ന് മുന്നേറി വരിക. സെൽഫ് മോട്ടിവേഷൻ ഫോർ സക്സസ്. ജീവിത വിജയത്തിന് സ്വയം പ്രചോദനം. സെൽഫ് മോട്ടിവേഷൻ ഇസ് ദ കീ ടു സക്സസ് ഇൻ ലൈഫ്. ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ സെൽഫ് മോട്ടിവേഷൻ, സ്വയം മനസ്സിൽ ഒരു പ്രചോദനം ഉണ്ടായിരിക്കണം. ജസ്റ്റ് ലൈക്ക് ദ സീഡ്ലിംഗ്, വി മേ ഫേസ് ഡാർക്ക്നെസ്, സ്ട്രഗിൾസ് ആൻഡ് ഒബ്സ്റ്റക്കിൾസ്. കുഞ്ഞു തൈച്ചെടിയെ പോലെ ഓരോരുത്തരുടെ ജീവിതത്തിലും ഇരുണ്ടു മൂടിയ, പ്രയാസങ്ങളേറിയ, തടസ്സങ്ങളുള്ള ഒരു കാലഘട്ടം കടന്നുവരും. However, if we stay determined and keep trying, we can rise above challenges and achieve our goals. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലും ദൃഢമായ ചിന്തയിലൂടെ വീണ്ടും വീണ്ടും പരിശ്രമിച്ചുകൊണ്ടിരുന്നാൽ ഇത്തരം വെല്ലുവിളികളെ തട്ടിമാറ്റി അവരവരുടേതായ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയും. Self-motivation gives us courage to begin and strength to continue even when the journey is hard. ഉദ്ദേശിക്കുന്ന കാര്യം വളരെ പ്രയാസമേറിയതാണെങ്കിലും ജീവിതത്തിൽ മനസ്സിൽ സെൽഫ് മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ, സ്വയം ഒരു പ്രചോദനം ഉണ്ടെങ്കിൽ ആ ജേണി, ആ യാത്ര നല്ല ധൈര്യപൂർവം കണ്ടിന്യൂ ചെയ്യാനും വളരെ ഉറച്ച മനസ്സോടെ പൂർത്തീകരിക്കാനും അത് നമ്മളെ സഹായിക്കും. സോ സെൽഫ് മോട്ടിവേഷൻ എന്ന് പറയുന്നത് ജീവിതത്തിലെ സക്സസിന് ആവശ്യമാണ്. The seedling teaches us keep growing no matter the struggle. എന്ത് തന്നെ പ്രയാസങ്ങൾ ഉണ്ടായാലും അതിനെയൊക്കെ മറികടന്ന് മുന്നേറിക്കൊണ്ടേയിരിക്കുക, വളർന്നുകൊണ്ടേയിരിക്കുക. ഇതാണ് ഈ കുഞ്ഞു തൈച്ചെടി നമ്മൾക്കായി നൽകുന്ന മെസ്സേജ്.